ഫ്യൂച്ചർ ബിൽഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ലെറ്റും കോൺസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേരിയബിളും ആണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മീൻസ് വേരിയബിൾ എന്ന് വെച്ചാൽ വാറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ലെറ്റും കോൺസ്റ്റും ആണ്. അപ്പോൾ ഇപ്പോൾ അതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. നമ്മൾ കോഡ് എഴുതുന്ന ടൈമിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ലെറ്റും കോൺസ്റ്റും ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമ്മൾ നോർമൽ വേരിയബിളിൽ നിന്ന് ഈ ലെറ്റിനും കോൺസ്റ്റിനും ഉള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ വേരിയബിൾ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലെറ്റും കോൺസ്റ്റും സെറ്റ് ചെയ്യണത്. അതിനായിട്ട് നമ്മൾ ലെറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ലെറ്റ് നമുക്ക് ഇഷ്ടമുള്ള പേര് മീൻസ് എക്സ് അസൈൻ 4 എന്ന് ഞാനിപ്പോൾ കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ലെറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റിൻ്റെ ഏറ്റവും നമുക്ക് ഇനി കൺസോൾ ചെയ്ത് നോക്കാം. ലോഗ് എക്സ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്ത് ഞാനിപ്പോൾ കൺസോൾ ചെയ്യാൻ കൊടുത്താൽ ഓക്കെ 4 ഇവിടെ കൺസോൾ ആവുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. നമ്മൾ നോർമലി വേരിയബിൾ എന്ന് കൊടുക്കുന്നതിന് പകരം മീൻസ് വാറെന്ന് കൊടുക്കുന്നതിന് പകരം നമ്മളോട് ലെറ്റ് എന്ന് കൊടുത്ത്. പക്ഷേ ലെറ്റിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ലെറ്റിൻ്റെ അകത്തൊരു വേരിയബിളിൻ്റെ പേര് പിന്നെയും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എറർ വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാം വേണ്ട എക്സ് ഹാസ് ആൾറെഡി ബീൻ ഡിക്ലെയർഡ് എന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. മീൻസ് ഇതാണ് ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഒരെണ്ണം ഉണ്ട്, പിന്നെ അത് ഡിക്ലെയർ ചെയ്യില്ല എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് വീണ്ടും ഡിക്ലെയർ ചെയ്യാൻ പറ്റൂല. ഇനി രണ്ടാമത്തെ പ്രത്യേകത ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് എഴുതി വയ്ക്കണം. അടുത്ത ഇവിടെ ഫംഗ്ഷൻ എന്നൊരു പ്രോപ്പർട്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഇവിടെ നെയിം എക്സ് എന്ന് കൊടുത്ത് പാരാമീറ്റേഴ്സ് ഒന്നും വേണം, പാരാമീറ്റേഴ്സ് നടന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഇവിടെ ഞാൻ എക്സ് എന്നും വിളിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ലെറ്റ് എക്സ് അസൈൻ 6 എന്ന് കൊടുത്താൽ എറർ വരില്ല. കാരണം ഒരു കർലി ബ്രാക്കറ്റ് ഉണ്ട്, ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ്. നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇത് ഓപ്പൺ ക്ലോസ് തേക്കണം. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരേ പേരുള്ള ലെറ്റ് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം ഞാൻ തന്നെ അടുത്ത ഒരെണ്ണം താഴോട്ട് ഉണ്ടാക്കിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ താഴോട്ട് ഇപ്പോൾ ഉണ്ടാക്കണുണ്ടെങ്കിൽ ഞാൻ അതിന് വൈ എന്ന് പേര് കൊടുത്ത്. ഓക്കെ, എന്നാലും അതെന്ത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഒരേ പേരുള്ള എത്ര വേരിയബിൾ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ നിങ്ങൾ കൺസോൾ ചെയ്ത് നോക്കിയാൽ ഞാൻ ഇപ്പോൾ ലോഗ് എക്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ എക്സ് മാറ്റി വൈ എന്ന് കൊടുക്കാം. ഞാൻ ഇവിടെ ഒന്ന് തൽക്കാലത്തേക്കൊന്ന് വി എന്ന് കൊടുക്കുകയാണ്, വേരിയബിൾ ആ ഫംഗ്ഷൻ്റെ പേര്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. എന്നിട്ട് ഓക്കെ 664 എന്ന് വന്ന് നേരത്തെ ഇവിടെ എറർ പറ്റിയ കാരണമെന്ന് വെച്ചാൽ നമ്മളെ ഫംഗ്ഷൻ്റെ പേരും എക്സ് വേരിയബിളിൻ്റെ പേരും എക്സ് ആയപ്പോഴാണ് ഇവിടെ നമ്മൾ വിളിച്ചു കൊടുത്തപ്പോൾ മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, അതായത് ഈ ലെറ്റിൻ്റെ കുഴപ്പമുണ്ടല്ല. ഈ ലെറ്റ് എക്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ വാല്യൂ സെറ്റ് ഇത് ഗ്ലോബലിയാണ്. കാരണം വെച്ചാൽ ഈ കോഡിൻ്റെ മീൻസ് ഇത് ഒന്നിൻ്റെയും ഒരു ബ്രാക്കറ്റിൻ്റെ കർലി ബ്രാക്കറ്റിൻ്റെ അകത്തല്ലാത്തതുകൊണ്ട് ഈ വാല്യൂ എന്ത് വാല്യൂ ആണ്, ഗ്ലോബൽ വാല്യൂ ആണ്. നമുക്ക് ഈ എക്സ് ഈ കർലി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എക്സ് നമുക്ക് ഈ കർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഈ വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ആ കർലി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എക്സിനെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഈ കിടക്കുന്ന എക്സ് നമ്മൾ ഈ ടോപ്പിലുള്ള 70ാമത്തെ ലൈനിലുള്ള ഈ എക്സ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് ഈ കോഡിൻ്റെ അകത്ത് എവിടെ വേണോ ഉപയോഗിക്കാൻ പറ്റും, ഈ ഫംഗ്ഷൻ്റെ അകത്തും പുറത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രത്യേക ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ
ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഈ പേരുള്ളൊരു വേരിയബിൾ കാണരുത്. എങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഈ വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ തൽക്കാലത്തേക്ക് വി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് ഇത് കമൻറ്റ് ചെയ്യാണ്. ഇനി ഞാൻ ഇവിടെ കൺസോൾ ലോഗിൽ എക്സ് വിളിച്ചാൽ അവിടെ പ്രിൻ്റ് ആവുന്നത് 4 എന്നുള്ള വാല്യൂ ആണ്. ഡിഫറൻസ് മനസ്സിലായ? 4 വന്ന്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ 6, മറ്റേത് 4. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉള്ളത് ആകെ ഈ വേരിയബിളാണ്. അപ്പോൾ ആ വേരിയബിൾ എടുക്കും. എന്നാൽ ഇതിൻ്റെ അകത്ത് ലെറ്റ് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടെങ്കിൽ, ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്തെടുക്കൂല, ഈ വേരിയബിളിൻ്റെ വാല്യൂ എടുക്കുകയില്ല. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലെറ്റിനെ ഗ്ലോബലി സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെറ്റ് ഞാൻ ഇസഡ് എന്ന് കൊടുത്ത്, എന്നിട്ട് ഇവരെല്ലാം കമൻറ്റ് ചെയ്യണം. ഈ വാല്യൂസിനെ ഫുള്ള് ഞാൻ കമൻറ്റ് ചെയ്യണ്. ഞാൻ ലെറ്റ് ഇസഡ് എന്ന് കൊടുത്തിട്ട് ഇസഡ് നമുക്ക് അസൈൻ ഞാൻ 50 എന്ന് കൊടുത്ത്. എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാം ലെറ്റിൻ്റെ അകത്ത്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഡ് ആവട്ട്. കൺസോൾ ഡോട്ട് ലോഗ് ഇസഡ് വേറെയുള്ളതാണല്ലോ. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ലെറ്റ് ഇസഡ് നമ്മൾ ഗ്ലോബലി സെറ്റ് ചെയ്ത് അതിന് വാല്യൂ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഇസഡ് എന്ന വേരിയബിളിന് 50 എന്നുള്ളൊരു വാല്യൂ കൊടുത്ത് ഇനി നമ്മളതിനെ ലോഗ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 50 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റിൻ്റെ അകത്ത് നമ്മൾ ഗ്ലോബലി വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി കോൺസ്റ്റ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിവരിക്കേണ്ട ഒരു ആവശ്യമില്ല. കോൺസ്റ്റ് നമുക്കിങ്ങനെ കോൺസ്റ്റിൻ്റെ അകത്ത് ഞാൻ എക്സ് എന്നും പറഞ്ഞ് കൊടുത്ത് സെറ്റ് ചെയ്ത് കോൺസ്റ്റ് എക്സ് എന്നും പറഞ്ഞ് കോൺസ്റ്റിൻ്റെ അകത്തും ഒരേ പേരുള്ള 2 വേരിയബിൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റേ ലെറ്റിൻ്റെ അകത്തുള്ള രണ്ടാമത്തെ പ്രത്യേകതയായ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു കർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു കർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് ഇപ്പോൾ നിങ്ങൾ ഈ വേരിയബിൾ സെറ്റ് ചെയ്തെങ്കിൽ, ഈ കോൺസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ സെറ്റ് ചെയ്താൽ എന്ത് ചെയ്യില്ല, ഇവിടെ എറർ വരില്ല. അപ്പോൾ ഇതൊരു ഫംഗ്ഷനായിട്ട് നിങ്ങൾ കൂട്ടിക്കും. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ സി എന്ന് ഞാനിപ്പോൾ കൊടുത്തു. ഓക്കെ, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് നേരത്തെ ലെറ്റിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്ലോബലിയും ഒരു കർലി ബ്രാക്കറ്റിൻ്റെ അകത്തും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലെറ്റിൽ നിന്നതിന് വ്യത്യാസം എന്നാൽ ഇത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. കോൺസ്റ്റൻ്റ് അകത്ത് നമുക്കൊരു വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്ലോബലി വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കോൺസ്റ്റ് ജി എന്നും പറഞ്ഞു കൊടുത്താൽ ഇവിടെ അത് കറക്റ്റ് ആവില്ല. കാരണം കോൺസ്റ്റൻ്റെ അകത്ത് ഗ്ലോബലി നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിൻ്റെ അകത്ത് വേണ വാല്യൂ എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്ത വാല്യൂ. ഇനി എന്താണ് കോൺസ്റ്റ് എവിടെ ഉപയോഗിക്കണം, ലെറ്റ് എവിടെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. കോൺസ്റ്റ് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മാറാത്ത വാല്യൂ, നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് API കീ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റം വരാത്ത വാല്യൂ, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂസ് നമ്മൾ കോൺസ്റ്റൻ്റെ അകത്ത് കൊടുക്കണം. എന്നാൽ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്താൽ നിങ്ങൾ അതിൽ ഓരോരുത്തരും പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ലെറ്റിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ വേരിയബിളിലെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാറ്റം വരുന്ന വാല്യൂ, ഇപ്പോൾ ഡാറ്റ കിട്ടുന്ന വാല്യൂ നമ്മൾ കൊടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന വാല്യൂ, മീൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന വാല്യൂകൾ നമ്മൾ എവിടെ വയ്ക്കും, ലെറ്റിൻ്റെ അകത്ത് വയ്ക്കും. മാറ്റം വരുന്ന വാല്യൂ ലെറ്റിൻ്റെ അകത്തും മാറ്റം വരാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന മീൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ നമ്മൾ കോൺസ്റ്റൻ്റ് അകത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ലെറ്റും കോൺസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മീൻസ് എന്തെങ്കിലും കുഴപ്പമായിട്ട് തോന്നുന്നു, മീൻസ് എന്തെങ്കിലും മനസ്സിലാവാത്ത പാർട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടണം. ഇനി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഓരോ വീഡിയോസ് നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിയാക്റ്റ് നോഡ്.js ഒക്കെ കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടേണ്ടതാണ്.